ഭായ് എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡുകൾ? നമുക്ക് ഈ റോഡിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിലും ഒരുവിധ തൃപ്തിയില്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ റോഡുകൾ വളരെ മോശമാണ്. ഇപ്പോഴത്തെ ഈ മഴയും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗതാഗതത്തിൽ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ബൈക്കുമ്മിൽ പോകുന്നവരൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഓരോ കുഴികളിൽ വീണിട്ട് ഒരു അപകടം പറ്റി അവർ ജീവൻ പൊലിയുമ്പോഴാണ് പിന്നെ ഇനി ഒരു അധികാരികളുടെ ഒരു കണ്ണുറക്കലുണ്ടാവുക. അതിനു മുന്നേ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീക്കുപോക്ക് നടത്തി ഹൈവേകളിലും സാധാരണ ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിലും ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെഹ്റു പാർക്കിന്റെ അടുത്താണ് അല്ലേ? അതെ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ മുന്നിലായിട്ട് വലിയൊരു കുഴിയുണ്ട്. ഉരുളം കല്ലുകളാണ്. മഴയത്താണെങ്കിൽ വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ചെറിയ വണ്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് അപകടങ്ങൾ വരുന്നത്. അതായത് ബൈക്ക്, അങ്ങനെ സ്കൂട്ടർ, അതിലിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആണുങ്ങളെക്കാൾ കൂടുതൽ ലേഡീസാണ് ഇപ്പോൾ ഈ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഈ റോഡൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഈ മഴ പെയ്തതിന് തുടർച്ചയായിട്ട് ഒരുപാട് കുഴികളും പ്രശ്നങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അധികാരികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ഒരു ആപത്താണ് ഈ റോഡുകളിൽ സംഭവിക്കുന്നത്. പിന്നെ പോരാത്തതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴി കാണുമ്പോൾ ആൾക്കാർ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ ബാക്കിൽ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നിലത്തെ വണ്ടി ഇടിക്കാനും സാധ്യതയുണ്ട്. ഹെവി വണ്ടികൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. തീർച്ചയായിട്ടും തൃശ്ശൂർ ടൂ വീലേഴ്സ് യാഥാർത്ഥ്യമാണ്. മെയിനായിട്ട് അപകടം ഉണ്ടാവുന്നത് ടൂ വീലേഴ്സാണ്. ശ്രദ്ധിക്കേണ്ടതും നമ്മളുടെ ജീവനും സ്വത്തും ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ നിലനിൽപ്പ് നമ്മളിലൂടെയാണ്. ഇതിന്റെ ഒരു പ്രായോഗികത ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇത് ഒരു റിവെഞ്ചായിട്ട് കാണാതിരിക്കുന്നത്, ജനാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പകയായിട്ട് കാണാതിരിക്കുള്ളൂ. ജനം ഗവൺമെന്റിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഇതിലൊരു പകയും തോന്നേണ്ട ആവശ്യമില്ല. പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഫൈൻ വാങ്ങുമ്പോൾ അത് നല്ല കാര്യമാണ്. ജനങ്ങൾ അടയ്ക്കേണ്ട ഫൈൻ തന്നെയാണ് ജനങ്ങൾ അടയ്ക്കുന്നത് എന്ന് പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഗവൺമെൻറ് അടയ്ക്കേണ്ട ഫൈൻ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതിന് പ്രായോഗികതയില്ല. ജനങ്ങളുടെ മെയിൻ്റെനൻസ് ലൈഫിൽ ജനങ്ങളുടെ ജീവിത ചെലവ് അതിലൂടെ കൂടുകയാണ് ചെയ്യുന്നത് ഗവൺമെൻറ് ആ ഫൈൻ അടയ്ക്കുമ്പോൾ. അപ്പോൾ ഗവൺമെൻറ് അടയ്ക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നുള്ളിടത്ത് ജനങ്ങൾ നിസ്സഹായരാണ്, ജനങ്ങൾ അനാഥരാണ്. അല്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. റോഡിൻ്റെ പരിതസ്ഥിതി മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, ജനജീവിതം മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. മാക്സിമം ആൾക്കാർ പ്രതികരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.